രാജസ്ഥാനിലെ സീക്കർ സ്റ്റേഷനിലേക്കാണ് ഇനി യാത്ര. 1989 മുതൽ CST വൈദികർ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നു. ഈ പ്രദേശത്തിന്റെ വികസനത്തിനായി CST സമൂഹം ധാരാളം പ്രൊജക്റ്റുകൾ ആവിഷ്കരിച്ചു നടപ്പാക്കിയിട്ടുണ്ട്. സെയിന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളും സെയിന്റ് മേരീസ് ദേവാലയവും ഈ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നു. സീക്കർ ദേശത്തെ ധാരാളം കുഞ്ഞുങ്ങൾക്ക് മൂല്യാധിഷ്ഠിത ആധുനിക വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതിൽ CST വൈദികർക്കും അവരോടൊപ്പം പ്രവർത്തിക്കുന്ന SABS സന്യാസിനി സമൂഹത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ജിപ്സി കുടുംബങ്ങൾ പാർക്കുന്ന പ്രദേശം കൂടിയാണ് സീക്കർ. കരകൗശല നിർമ്മാതാക്കളായും മൺപാത്ര നിർമ്മാതാക്കളായും നിരവധി ജിപ്സി കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ഉപജീവനം കഴിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിലേക്ക് തങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനായി ദീർഘയാത്രകൾ നടത്തുന്നതും ഈ സമൂഹത്തിന്റെ പതിവാണ്. ഇത്തരത്തിൽ ജിപ്സി സമൂഹങ്ങളിലെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി സീക്കർ ഗ്രാമത്തിൽ ഫാദർ തിയോ കൊച്ചുകാവുംപുറത്തിന്റെ നേതൃത്വത്തിൽ CST സമൂഹം ഏറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും ഈ കുട്ടികൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ഈ കുഞ്ഞുങ്ങൾക്കു വേണ്ടി CST സഭ വിദ്യാഭ്യാസ പദ്ധതികൾ തയ്യാറാക്കുന്നത്. സീക്കർ ഗ്രാമത്തിൽ വെച്ച് CST സഭയുടെ പഞ്ചാബ് രാജസ്ഥാൻ മിഷൻ സ്ഥാപകരിലൊരാളായ ഫാദർ ജോൺ കുടിലിൽ CST തൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. CST സഭയിലെ ആദ്യകാല മിഷണറി വൈദികരിൽ പ്രധാനിയായ ഫാദർ ജോൺ കുടിലിലാണ് പഞ്ചാബിലെയും രാജസ്ഥാനിലെയും പ്രധാനപ്പെട്ട പല മിഷൻ സ്റ്റേഷനുകളും സ്ഥാപിച്ചത്. 1950 ശേഷം കേരള സഭയിലൊരു പുതിയ ചൈതന്യം, മിഷൻ ചൈതന്യം വളർന്നു വന്നു. 1956 കേരള സഭയിൽ തലശ്ശേരി രൂപതം കൊണ്ടോടുകൂടി ഒരു വലിയ മുന്നേറ്റമായിരുന്നു സഭയിൽ നടന്നത്. പിന്നീട് വടക്കേ ഇന്ത്യൻ സഭയിലേക്കും ഇങ്ങനെ മുന്നേറ്റമുണ്ടായി. 1973 ഞങ്ങൾ 4 പേര് പഞ്ചാബിലെ മിഷൻ പ്രദേശമായ ജലന്ധർ രൂപതയിലേക്ക് കടന്നു ചെന്നത്. അവിടുത്തെ ബിഷപ്പ് മെത്രാനച്ചൻ ഞങ്ങളെ വിളിക്കുകയും സിംഹോറിൻ പിതാവ് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു. അന്നത്തെ സഭയിലെ ഞങ്ങളുടെ വല്യച്ഛൻ തോമസ് പാണാട്ടച്ചൻ, ബസീലിയോസ് എന്ന് വിളിക്കപ്പെടും, അദ്ദേഹം ഒരു മിഷൻ പ്രദേശം കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം ആഗ്രഹിക്കുകയും അങ്ങനെ 1973 ഞങ്ങൾ വളരെയധികം ആഗ്രഹത്തോടും ആകാംക്ഷയോടും കൂടി മിഷൻ പ്രദേശമായ ജലന്ധറിലേക്ക് കടന്നു വന്നു. വളരെയധികം കഷ്ടതകളും പരിമിതികളുമുള്ള പ്രദേശമായിരുന്നു അത്. ഞങ്ങൾക്ക് തന്നെ മിഷനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. 1973 ഞങ്ങൾ 4 പേര്, ഫാദർ ഡൊമിനിക് കോക്കാട്ട്, ഇപ്പോൾ ബിഷപ്പ് ഡൊമിനിക് കോക്കാട്ട്, ഫാദർ ബ്രൂണോ, ഫാദർ ചാത്തനാട്ട്, ഫാദർ ജോൺ കുടിലിൽ, 4 പേർ ഞങ്ങൾ ജലന്ധറിലേക്ക് പുറപ്പെട്ടു. ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേറൊരു ചെന്നപ്പോൾ ഹൃദ്യമായ സ്വീകരണം നൽകി. അതിനുശേഷം ഞങ്ങൾ നക്കോദർ എന്ന പ്രദേശത്തേക്ക് ഭാഷ പഠിക്കുന്നതിനും ഒക്കെയായിട്ട് പോയി. അതിനുശേഷം ഞങ്ങളെ പഞ്ചാബി ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടി അമൃത്സറിലേക്ക് ഞങ്ങളെ വിട്ടു. കുറച്ച് കാലത്തെ പഠിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്ന്
നക്കോദർ എന്ന പ്രദേശമാണ് ഞങ്ങൾക്ക് തന്നത്. നക്കോദർ വളരെയധികം യാതൊരുവിധ വളർച്ചയുമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വീട് കിട്ടി. ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. വീട് കിട്ടാനായിട്ട് പ്രയാസമുണ്ട്, കാരണം വിവാഹിതർക്ക് മാത്രമേ വീട് കൊടുക്കുകയുള്ളൂ. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് പറഞ്ഞ് ഒരു ചൗധരി ഉണ്ടായിരുന്നു. ചൗധരിയുടെ സഹായത്തോടു കൂടി ആ വീട് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ കുറച്ച് ഞങ്ങൾ ജീവിച്ചു. അവിടുത്തെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. യാതൊരുവിധ സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു പയ്യനുണ്ടായിരുന്നു. അതുകൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് നേരം വെളുക്കുന്നതിന് മുമ്പ് വേണം ഞങ്ങൾ അതിനു വേണ്ടി പോകാനായിട്ട്. അങ്ങനെ ആദ്യം പോയിട്ട് ഇഷ്ടിക കൊണ്ട് അതിന് മുകളിൽ കയറിയിരുന്ന് ശേഷം വേറെ ആൾ പത്രം കൊണ്ട് മൂടിയ ശേഷം വേറെ ആൾ വരും. അങ്ങനെ ഞങ്ങൾ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. കാരണം കക്കൂസ, കുളിമുറിയ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കടന്ന ശേഷം തീരുമാനിച്ചു, തീർച്ചയായിട്ടും ജലന്ധർ രൂപതയുടെ അടുത്ത പ്രദേശമാണ്, കൂടുതൽ വികസനത്തിലുള്ള ഒരു സൗകര്യമുള്ള സ്ഥലം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് അറിഞ്ഞ് മുക്സർ പ്രദേശം ബിഷപ്പ് തരാനായിട്ട് തയ്യാറാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ബിഷപ്പിനോട് ചോദിച്ചു. ബിഷപ്പ് അത് അനുവദിച്ചു. മുക്സർ പ്രദേശത്തേക്ക് ഞങ്ങൾ വരികയാണ് ചെയ്തത്. അതിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. ഡിസംബർ, നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് നക്കോദരിൽ നിന്നുള്ള ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ട്രാക്ടറിലാണ് ഏർപ്പാട് ചെയ്തത്. ചാത്തനാട്ട് അതെല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചാത്തനാട്ട് ട്രാക്ടറിൻ്റെ മുകളിൽ കയറിയിരുന്ന് ദീർഘമായ യാത്ര വന്നപ്പോഴത്തേനും മക്കുവിലെ ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും അത് പൂട്ടിപ്പോയി. അന്ന് അവിടെ കിടക്കേണ്ടതായിട്ട് വന്ന്. ഡിസംബറിൽ 30-ാം തീയതി ആയിരുന്നത്. നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ് ഉള്ള അവസരത്തിൽ ചാത്തനാട്ട് അവിടെ ട്രാക്ടറിൻ്റെ മുകളിൽ പുതച്ച് കിടന്ന് രാത്രി മുഴുവനും. നേരം വെളുത്ത് ബ്രിഡ്ജ് തുറന്നപ്പോഴാണ് പിന്നീട് പുറപ്പെടാനായിട്ട് സാധിച്ചത്. അങ്ങനെ അന്ന് തന്നെ വൈകിട്ട് മുക്സറിലെത്തി. 31-ാം തീയതി ആയിരുന്നത്. 1974 ആയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വന്നതെല്ലാം സാധനങ്ങളെല്ലാം ഇറക്കി പിന്നീട് അവിടെ താമസമാക്കി. ഞങ്ങൾക്ക് അന്നത്തെ ജലന്ധർ രൂപതയിൽ നിന്ന് ഒരു വീട്, പാരിഷ് പ്ലേസ്, താമസിക്കുന്നതിനുള്ള പാരിഷ് ഹൗസ് ഉണ്ടായിരുന്നു. ആ പാരിഷ് ഹൗസ് ഞങ്ങൾക്ക് തന്നു. 1975 സിസ്റ്റേഴ്സ്, DM സിസ്റ്റേഴ്സ്, ഡോട്ടേഴ്സ് ഓഫ് മേരി സിസ്റ്റേഴ്സ് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ അവർ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട് അവർക്ക് കൊടുത്തു. ഞങ്ങൾ ഒരു സെർവൻറ്റ് ക്വാർട്ടേഴ്സിലേക്ക് മാറി. ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ 3 പേര്, ഡൊമിനിക്ക് ബിഷപ്പ്, അന്ന് ഡൊമിനിക്ക് കോക്കാട്ട്, ഫാദർ ചാത്തനാട്ട്, ഫാദർ ബ്രൂണോ, ഇവരെ താമസമാക്കി. ഞാനന്ന് ജലന്ധറിലായിരുന്നു. എന്നോട് പറഞ്ഞ് ജലന്ധറിൽ ജോലി ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. ജലന്ധർ ഞാൻ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച വില്ലേജിലേക്ക് പോകും. അന്ന് ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വില്ലേജിൽ ചെല്ലും. സൈക്കിളിലായിരുന്നു യാത്ര. അവിടെ ചെന്ന് വീടുകളിൽ ഒരു വീട്ടിൽ താമസമാക്കും. അവിടെ താമസിക്കാൻ നേരം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം അവിടെ താമസിച്ച് കുർബാന ചൊല്ലി ശേഷം രാത്രി അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വേറൊരു വില്ലേജിലേക്ക് പോകും. അപ്പോൾ വേറെ വില്ലേജിലും വൈകുന്നേരം ആകും. അവിടെ അന്ന് താമസിക്കുക. അന്നേരം കുർബാന എല്ലാം വിളിച്ചു കൂട്ടി ജോലിക്കാരെല്ലാം പണിക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് കുർബാന ചെല്ലേണ്ടത്. അപ്പോൾ അവർ വന്നതിന് ഒരു 7:30 ആകുമ്പോഴത്തേക്കും കുർബാന ചൊല്ലും. അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഒരു വീടാണ്, യാതൊരുവിധ സൗകര്യമില്ലാത്ത പുല്ല് മേഞ്ഞ വീട്ടിൽ താമസമാക്കും. അതിൻ്റെ അടുത്ത ഒരു കട്ടിൽ കിട്ടും. അപ്പോൾ അടുത്ത് തന്നെ പശു ഉണ്ടാകും, കിടാക്കളുണ്ടാകും, അല്ലെങ്കിൽ ആടുകളുണ്ടാകും. അങ്ങനെ അവർ ഒന്നിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങി
ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വേറൊരു വില്ലേജിലെ വേറെ ഗ്രാമത്തിലേക്ക് പോകും. ഇങ്ങനെ യാത്ര ശനിയാഴ്ച തിരിച്ചു വരും. ശനിയാഴ്ച തിരിച്ചു വന്നതിന് ശേഷം ആണ് എനിക്ക് വേറെ ഊന എന്ന പ്രദേശത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഓഷിയാർപൂർ എന്ന സ്ഥലത്ത് പോയി സിസ്റ്റേഴ്സ്, കാർമലീത്ത സിസ്റ്റേഴ്സ് ഉള്ള സ്ഥലത്ത് അവിടെ പോയി കുർബാന ചൊല്ലണം. കുർബാന ചൊല്ലി അവിടെ കിടന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കുർബാന ചൊല്ലി വീണ്ടും ഊനയിലേക്ക് പോകും. ഹിമാചൽ പ്രദേശത്തിലെ ഊന അവിടെ പോയി കുർബാന ചൊല്ലിയിട്ട് ശേഷം അന്ന് അവിടെ താമസിച്ച് ശനിയാഴ്ച അവിടെ ഞായറാഴ്ച ബക്രാനങ്കലിൽ കുർബാന ചൊല്ലാനായിട്ട് പോകണം. അവിടെ പോയി കുർബാന ചൊല്ലി തിരിച്ചു വന്ന് ഊനായി തിരിച്ചു വന്ന് അന്ന് വൈകിട്ട് അവിടെ താമസിച്ച് പിറ്റേ ദിവസം കുർബാന ചൊല്ലി വീണ്ടും ഹോഷിയാർപൂർ എന്ന സ്ഥലത്തേക്ക് വരും. അവിടുത്തെ കുർബാന ചൊല്ലിയതിന് ശേഷം വീണ്ടും ജലന്ധറിലേക്ക് വരും. ആ ജലന്ധർ വന്ന് കാറ്റഗിസ്റ്റുമായിട്ട് അന്ന് തന്നെ പുറപ്പെടും, വില്ലേജിലേക്ക് പോകും. ഇങ്ങനെയായിരുന്നു റെഗുലർ ജീവിതം. അങ്ങനെ കടന്നുപോയി. അപ്പോഴാണ് എനിക്ക് ഒരു അസുഖമുണ്ടായി. മഞ്ഞപ്പിത്തം കാര്യമായിട്ട് പിടിച്ചു. എന്താണ് രോഗമെന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു. ചികിത്സ പിന്നീടാണ് മനസ്സിലായത് മഞ്ഞപ്പിത്തമാണെന്ന്. ഉടനെ ലുധിയാനയിലുള്ള CMC മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോയി. എനിക്കന്നേരം ബോധമൊന്നുമില്ലായിരുന്നു. ബോധം കെട്ടുപോയി. അവിടെ ട്രീറ്റ്മെൻറ്റിൽ പിന്നീട് കാലക്രമേണ ദിവസം ചെല്ലുന്തോറും രോഗം കൂടിക്കൂടി വരികയാണ്. ഞാൻ എൻ്റെ ബുദ്ധി അല്ലെങ്കിൽ രോഗം കൂടിയ ശേഷം എനിക്കൊട്ടും എൻ്റെ ഓർമ്മയൊന്നും ഇല്ലാതെയായിപ്പോയി. അങ്ങനെ 5-8 ദിവസം തന്നെ ഞാൻ കിടന്നു. അപ്പം മരിക്കാനുള്ള ഒരു സ്ഥിതിയിലെത്തി. ഡോക്ടർമാർ വിധി എഴുതി മരിക്കുകയുള്ളൂ, അതുകൊണ്ട് എല്ലാവരും അറിയിച്ചുകൊള്ളുക. ഉടനെ എല്ലാവരെയും അറിയിച്ചു. അപ്പോൾ ഞങ്ങളുടെ സഭയിലെ വല്യച്ഛനെന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വൈദ്യനെ ഒരു പ്ലെയിനിൽ ഫാദർ ചാത്തനാട്ടിനോട് കൂടി ലുധിയാനയിൽ കൊണ്ടുവന്ന് ചികിത്സ നടത്താനായിട്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു അനക്കം കിട്ടി. അതായത് എനിക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടി. അതനുസരിച്ച് ഡോക്ടർ പറഞ്ഞ് ചികിത്സിക്കേണ്ട, ഞങ്ങൾ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് എനിക്ക് ഓർമ്മ വന്നു, ബുദ്ധി വന്നു, അങ്ങനെ സുഖമായിട്ട്. അതാണ് അത്രയധികം അസുഖമാണ് എനിക്ക് പിടിപെട്ടത്. മരിച്ചു പോകുന്നു തീർച്ചയായിരുന്നു. എന്നാലും ശരി, ദൈവം എനിക്കൊരു വീണ്ടും ഒരു ജീവിതം നൽകി. CST സഭയുടെ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും പ്രവർത്തനങ്ങൾ ദൈവേഷ്ടപ്രകാരം ലളിതമായി ഒരിക്കൽ ആരംഭിക്കപ്പെട്ടതായിരുന്നു. കഠിന യാതനകളുടെയും ദുഃഖത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും പാതകളിലൂടെ ദൈവഹിതം നിറവേറ്റുവാൻ മിഷണറിമാർ തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചപ്പോൾ ദൈവം ആ പ്രയത്നങ്ങളെ അനുഗ്രഹിച്ചു. ഇന്ന് അനേകം ജനങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാനും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു നടത്തുവാനും ഈ വൈദിക സമൂഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ചെറുപുഷ്പസഭയുടെ ക്രിസ്തുജ്യോതി പ്രോവിൻസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ സാമൂഹികവും അജപാലനപരവും രാഷ്ട്രീയവുമൊക്കെയായ ചില മാനങ്ങൾ, അതിൻ്റെ പരിണത ഫലങ്ങളെ പറ്റിയൊക്കെ അല്പമായ ചില വിചിന്തനങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ച് സുവിശേഷവൽക്കരണം, എവഞ്ചലൈസേഷൻ എന്ന് പറയുന്നതിനെ വളരെ വിശാലമായ അർത്ഥത്തിലാണ് കാണേണ്ടത് എന്ന്. രക്ഷ എന്ന് പറയുന്നത് തന്നെ ആത്മാവിൻ്റെ മാത്രം രക്ഷയല്ല, അത് മനുഷ്യൻ്റെ സമഗ്രമായ ജീവിത അവസ്ഥയുടെ സമഗ്രമായ വിമോചനമാണ്. മനുഷ്യനെന്ന് പറയുന്ന സങ്കീർണ പ്രതിഭാസത്തിൻ്റെ എല്ലാ മാനങ്ങളെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയവും ശാരീരികവും ഭൗതികവും സാമൂഹികവും ഒക്കെയായ അവൻ്റെ എല്ലാ സാധ്യതകളെയും ഒരുപോലെ ആവിഷ്കരിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സുവിശേഷവൽക്കരണത്തിൻ്റെ മുഖ്യമായൊരു ധർമ്മമായിട്ട് നമ്മുടെ പുതിയ ദൈവശാസ്ത്രങ്ങൾ കാണുന്നുണ്ട്. ഈ ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ചെറുപുഷ്പസഭയുടെ ക്രിസ്തുജ്യോതി പ്രോവിൻസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും നോക്കി കാണേണ്ടത് എന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ച്
ക്രൈസ്തവ സാന്നിധ്യം വളരെ വളരെ കുറച്ച് മാത്രമുള്ള ഉത്തരേന്ത്യയുടെ, പ്രത്യേകിച്ച് പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും ഒക്കെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത്തരണത്തിലുള്ളൊരു ധാരണ, അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുകയാണ്. ആദ്യമായിട്ട് തന്നെ അജപാലന മേഖലയെപ്പറ്റി ചിന്തിക്കുകയാണ് എങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയൊക്കെ മുഖ്യ ആത്മീയ പ്രചോദനം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ്. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്ന കുഞ്ഞാത്മാക്കളുടെ ഒരു ചെറിയ ഗണം ഒരുപാട് ഉണ്ടായി കാണുവാൻ ഞാൻ തീക്ഷ്ണമായി അഭിലഷിക്കുന്നുവെന്ന് അവളുടെ ആത്മകഥയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ മിഷൻ്റെ അജപാലന പ്രവർത്തനങ്ങളെയും കാണുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്. ഈ പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും ഒക്കെ വികസനം ഒട്ടും തന്നെ ചെന്നെത്തിയിട്ടില്ലാത്ത ഒത്തിരി കുഗ്രാമങ്ങളിൽ സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഒത്തിരി പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ജനങ്ങളുടെ ഇടയിൽ അടയാളവും പ്രതീകവും എന്നവണ്ണം കുറേ കുഞ്ഞാത്മാക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും ആരാധനാ പ്രകീർത്തനങ്ങൾ ഉരുവിടുകയും ഒക്കെ ചെയ്യുമ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ആ സ്വപ്നം തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയല്ലേ എന്നെനിക്ക് തോന്നുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് പുണ്യവതിയുടെ അനുഗ്രഹം തന്നെയാണ് എന്ന് തോന്നുകയാണ്. അമ്പരചുംബികളായ ദേവാലയങ്ങളൊന്നും ഈ പഞ്ചാബ് രാജസ്ഥാൻ മിഷനിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചെന്ന് വരികയില്ല. വലിയ തിരുനാൾ പ്രദക്ഷിണങ്ങളോ ഘോഷയാത്രകളോ ഒന്നും ഇവിടെ കണ്ടെത്താൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ തിരുസഭയുടെ തന്നെ വിഭിന്നമായ ഒരു മുഖം, സാന്ദ്രമായ ഒരു വിശുദ്ധി, ആദിമസഭയിലേടെ എന്നതുപോലെയുള്ള ലളിതമായ ഒരു വിശ്വാസത്തിൻ്റെ സൗന്ദര്യം, ഇതൊക്കെ സമൃദ്ധമായിട്ട് ഇവിടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് നിസ്സംശയകരമായ കാര്യമാണ്. ഇവിടെ സംഭവിക്കുന്നതെല്ലാം അജപാലനപരമായിട്ട് വലിയൊരു അത്ഭുതം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് എന്ത് സാമൂഹിക നന്മയാണ് ജനിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം. സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തെങ്കിലുമൊക്കെ ജനിപ്പിക്കുവാൻ ഞങ്ങളുടെ 5 ദശാബ്ദ കാലത്തെ സോഷ്യൽ വർക്കിനും പാസ്റ്ററൽ മിനിസ്ട്രിക്കുമൊക്കെ ഇവിടെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ അല്പമായിട്ട് ഒന്ന് പരിശോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒത്തിരി ചാരിതാർത്ഥ്യത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കും. വലിയ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള അവകാശവാദം ഞങ്ങൾ ആരും ഉന്നയിക്കുന്നില്ല. എന്നാൽ ഭൂമിയുടെ ഉപ്പ് എന്നതുപോലെ മലമുകളിൽ കത്തിച്ചു വെച്ച ദീപം പോലെ ഒരു മെഴുകുതിരി മാത്രമായിരിക്കാം ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും അടിസ്ഥാന തലത്തിൽ തന്നെ സാമൂഹികമായ ഒത്തിരി നവീകരണങ്ങളും തിരുത്തലുകളും ഒക്കെ കൊണ്ടുവരുവാനായിട്ട് ഞങ്ങളുടെ ഈ ചെറിയ ശുശ്രൂഷ വഴിയായിട്ട് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ മേഖല തന്നെ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. പഞ്ചാബിലും രാജസ്ഥാനിലുമായിട്ട് പഞ്ചാബി മീഡിയത്തിലും ഹിന്ദി മീഡിയത്തിലുമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് 10ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വേറെയുണ്ട്, സ്കൂളുകൾ മുതലായവ. അവയിലൂടെ നിർധനരായ ഒത്തിരി വിദ്യാർത്ഥികൾ വിദ്യയുടെ വെളിച്ചം സ്വീകരിക്കുന്നുണ്ട്. അവർ ഇന്നുവരെ മനസ്സിലാക്കാതിരുന്ന പല കാര്യങ്ങളും അവരുടെ അവകാശങ്ങളുമൊക്കെ അവർ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഈ പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും ഒക്കെ പ്രത്യേകിച്ച് നിർധനരായിട്ടുള്ള നമ്മുടെ ശുശ്രൂഷ സ്വീകരിക്കുന്ന മനുഷ്യരുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം കൂടി ഒന്ന് മനസ്സിലാക്കിയാലേ ഞങ്ങളുടെ ശുശ്രൂഷയുടെയൊക്കെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് ശരിയാവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു യുവതലമുറയെ മികച്ച വിദ്യാഭ്യാസം നൽകി പഞ്ചാബിലും രാജസ്ഥാനിലും വാർത്തെടുക്കുവാൻ CST സമൂഹത്തിന് കഴിഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകം സാധുക്കളായ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ലഭ്യമാക്കുവാൻ CST വൈദികർ ദീർഘവീക്ഷണം കാട്ടി. ആധുനിക വിദ്യാഭ്യാസം മനുഷ്യരുടെ ഇടയിലെ ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് അത്തരത്തിൽ നിരവധി പ്രൊജക്റ്റുകൾ വിജയകരമായി നടപ്പാക്കുവാനും CST സമൂഹത്തിന് സാധിച്ചു. ഭൂമിയുടെ ഉപ്പ് എന്ന പോലെ തങ്ങളായിരിക്കുന്ന സമൂഹത്തിന്
കൂടുതൽ രുചി പകരുവാൻ ഈ ചെറിയ വൈദിക സമൂഹത്തിന് കഴിഞ്ഞു. അനേകം സ്വയം സഹായ സംഘങ്ങളും സമ്പാദ്യ പദ്ധതികളും സ്ത്രീകൾക്കും ഗ്രാമീണർക്കും വേണ്ടി CST സഭ രൂപീകരിക്കുകയുണ്ടായി. ആതുര ശുശ്രൂഷ രംഗത്ത് ഗ്രാമീണ മേഖലയിൽ CST സമൂഹത്തോടൊപ്പം പ്രവർത്തിച്ച സന്യാസിനിമാർ ഏറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി. നിരക്ഷരരായ ഗ്രാമീണർക്ക് കൃത്യമായ വൈദ്യോപദേശങ്ങളും ചികിത്സയും നൽകുവാൻ വിവിധ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് നടത്തിയ പരിശ്രമങ്ങൾ നിസ്തുലമായിരുന്നു. എല്ലാവരും എഴുതിത്തള്ളിയ കുഷ്ഠരോഗം ബാധിച്ച ജനത്തോട് CST സഭാസമൂഹം കാരുണ്യപൂർവ്വം പെരുമാറുകയും അവരുടെ തലമുറകൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുവാൻ മുൻകൈയെടുക്കുകയും ചെയ്തു. പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസവും മൂല്യങ്ങളും ആത്യന്തികമായി ഒരു സമൂഹത്തിൻ്റെ ഘടന തന്നെ മാറ്റുമെന്ന് മനസ്സിലാക്കി പെൺകുട്ടികൾക്ക് വേണ്ടി നിരവധി വിദ്യാഭ്യാസ പരിപാടികളാണ് ഈ വൈദിക സമൂഹം ആവിഷ്കരിച്ചത്. അത്തരത്തിൽ പാടങ്ങളിലോ കൃഷിയിടങ്ങളിലോ പാചകപ്പുരകളിലോ ജീവിതം അവസാനിക്കേണ്ട അവസ്ഥയിൽ നിന്നും അനേകം പെൺകുട്ടികളെ കൈപിടിച്ചു മുന്നോട്ട് കൊണ്ടുവരുവാൻ ഈ വൈദികരുടെയും സന്യാസിനിമാരുടെയും പരിശ്രമങ്ങൾക്ക് കഴിഞ്ഞു. കർഷകർക്ക് ന്യായവേതനം ലഭ്യമാക്കുന്നതിനും അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും പാർപ്പിടവും ഒരുക്കുന്നതിനും CST സമൂഹത്തിലെ അന്തരിച്ച ബഹുമാന്യ വൈദികരായ ഫാദർ വർഗീസ് കോയിക്കരയും ഫാദർ ഫെലിക്സ് നെല്ലിക്കുന്നത്തും ഏറെ പ്രവർത്തിച്ചു. ജന്മിത്ത വ്യവസ്ഥിതികൾക്കെതിരെ നിരവധി ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച ഫാദർ വർഗീസ് കോയിക്കര ഇന്നും ഇവിടെ ഗ്രാമീണ ജനതയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണ ഭൂഖണ്ഡത്തിൽ മിഷണറി മാപ്പിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സേവനങ്ങൾ ചെയ്തിട്ടുള്ളൊരു സഭാസമൂഹമാണ് CST സന്യാസിമാർ. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പ്രത്യേകിച്ചും പഞ്ചാബിലും രാജസ്ഥാനിലും ഒത്തിരിയേറെ സുവിശേഷവൽക്കരണ പ്രവർത്തികളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യമായിട്ടുള്ള സംരംഭങ്ങളിലൂടെ സ്കൂളുകൾ, ആതുരാലയങ്ങൾ, മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അവർ ഈശോയുടെ കരുണാർദ്രമായ സ്നേഹത്തെപ്പറ്റിയും പഞ്ചാബിലുള്ള മനുഷ്യർക്ക് സന്ദേശം നൽകുകയും അതിലൂടെ സുവിശേഷ മൂല്യങ്ങളിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക് അനേകായിരങ്ങളെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സഭ സ്വഭാവത്താൽ തന്നെ മിഷണറിയാണ് എന്ന് പറയുന്നതിൻ്റെ ജീവിത സാക്ഷ്യമാണ് വടക്കേ ഇന്ത്യയിലെ CST സഭാസമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഫരീദാബാദ് രൂപത 6 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുമ്പോൾ പഞ്ചാബിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. ഫരീദാബാദ് രൂപതയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മുഖ്യ പങ്കാളികളാണ് CST സഭാസമൂഹം. സ്കൂളുകൾ, ആതുരാലയങ്ങൾ, മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെ നയിക്കുന്ന ആത്മീയ ചൈതന്യമായിട്ട് നിന്നത് പ്രേക്ഷിത ചൈതന്യമാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒത്തിരിയേറെ പുതിയ മേഖലകൾ, പുതിയ മിഷൻ സ്റ്റേഷൻസ് തുടങ്ങുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 50-60 വർഷങ്ങളായിട്ട് സീറോ മലബാർ സഭ കേരളത്തിന് പുറത്ത് നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മാതൃകായോഗ്യമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ് CST സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മറ്റു പല സ്ഥലങ്ങളിലുമില്ലാത്ത യഥാർത്ഥത്തിലുള്ള ഫലം ഈ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ട് പഞ്ചാബിൽ ഉണ്ടാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഈ സഭാസമൂഹത്തിൻ്റെ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവാളത്തിയുടെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപിതമായിട്ടുള്ള ഈ സഭാസമൂഹത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നിയമനിഷ്ഠയാണ്. എല്ലാത്തിനുമുപരി CST സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രിസ്തുനാമ മഹത്വത്തിനു വേണ്ടിയായിരുന്നു. അനേകം മനുഷ്യഹൃദയങ്ങളിൽ ക്രിസ്തു നൽകുന്ന സന്തോഷം പകരുവാൻ
ഈ വൈദിക സമൂഹത്തിന് കഴിഞ്ഞു. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ സ്വപ്നങ്ങൾ നെഞ്ചോട് ചേർത്ത് യാത്ര പുറപ്പെട്ട ഒരുപറ്റം സാധു വൈദികർ ഇന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. കർത്താവ് സമൃദ്ധമായി ഈ ദേശത്തെയും ദൈവജനത്തെയും വൈദിക സമൂഹത്തെയും സന്യാസിനിമാരെയും ഇനിയും അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഈ പ്രവർത്തനങ്ങൾ ക്രിസ്തുനാമത്തിൽ പ്രചോദനമാകട്ടെ. സമാധാനപ്രഭുവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.